ഇന്ത്യയിലെ ഏറ്റവും സുന്ദരവും ശാന്തവുമായ ദ്വീപ് സമൂഹങ്ങളിലൊന്നായ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നത് ഇനി കൂടുതൽ എളുപ്പമാകും. സഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുകയും ടൂറിസം വളർച്ചയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നതിനായി പ്രവേശന പെർമിറ്റ് നടപടികളിൽ ലക്ഷദ്വീപ് ഭരണകൂടം ഗണ്യമായ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 29 പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം സുരക്ഷാ മാനദണ്ഡങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഈ ലളിതമായ പ്രക്രിയ നടപ്പാക്കിയിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം പ്രാദേശിക സ്പോൺസറുടെ നിർബന്ധിതത്വം ഒഴിവാക്കിയതാണ്. മുൻപ് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദ്വീപിലെ ഒരു താമസക്കാരനോ അംഗീകൃത ട്രാവൽ ഏജൻസിയോ സ്പോൺസർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ പ്രക്രിയ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ യാത്രക്കാർക്ക് നേരിട്ട് പെർമിറ്റിനായി അപേക്ഷിക്കാനാകുമെന്നത് വലിയ ആശ്വാസമാണ്. ഇതിനൊപ്പം സ്വന്തം നാട്ടിലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട്. പഴയ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപേ ഈ രേഖകൾ നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പുതിയ സംവിധാന പ്രകാരം അപേക്ഷ സമർപ്പിച്ച ശേഷം ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ ലക്ഷദ്വീപ് പോലീസ് തന്നെ ആഭ്യന്തരമായി നടത്തും. ഇളവുകൾ വന്നെങ്കിലും സുരക്ഷാ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. യാത്രയ്ക്ക് കുറഞ്ഞത് 14 ദിവസം മുൻപായി അപേക്ഷ നൽകേണ്ടത് നിർബന്ധമാണ്. സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ദ്വീപുകൾ, യാത്രാ തീയതികൾ എന്നിവ വ്യക്തമായി അപേക്ഷയിൽ രേഖപ്പെടുത്തണം. അനുവദിച്ചിരിക്കുന്ന പെർമിറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദ്വീപുകൾക്ക് മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ട്രാൻസിറ്റ് യാത്രകൾക്കായി കവരത്തി, അഗത്തി എന്നീ ദ്വീപുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അവിടെയുള്ള തങ്ങൽ സമയം പരമാവധി 12 മണിക്കൂറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പെർമിറ്റ് ലഭിച്ച ശേഷം മാത്രമേ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവൂ എന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഔദ്യോഗിക ഇ പെർമിറ്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയിൽ വ്യക്തിഗത വിവരങ്ങൾ, ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള തിരിച്ചറിയൽ രേഖകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, യാത്രയുടെ വിശദമായ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തണം. പെർമിറ്റ് ഫീസിനൊപ്പം ദ്വീപുകളുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നിശ്ചിത ഗ്രീൻ ടാക്സും അടയ്ക്കേണ്ടതുണ്ട്. സാധാരണയായി 30 ദിവസത്തേക്കാണ് പെർമിറ്റ് അനുവദിക്കുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് ദീർഘിപ്പിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ലക്ഷദ്വീപിലേക്കുള്ള പ്രധാന യാത്രാമാർഗം കൊച്ചിയിലൂടെയാണ്. കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം അഗത്തി ദ്വീപിലേക്ക് എത്താം. തുടർന്ന് ബോട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴി കവരത്തി, കടമത്ത് തുടങ്ങിയ മറ്റു ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യാം. ഇതിനു പുറമെ കൊച്ചിയിൽ നിന്ന് MV കവരത്തി, MV അറേബ്യൻ സീ പോലുള്ള യാത്രാ കപ്പലുകൾ വഴി കടൽ മാർഗവും ഉപയോഗിക്കാം. കപ്പൽ യാത്രയ്ക്ക് സാധാരണയായി 14 മുതൽ 18 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതമാക്കിയതോടെ ലക്ഷദ്വീപ് ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും വിനോദസഞ്ചാരികളും. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും 2,440 കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ്. ജനവാസമുള്ളതും അല്ലാത്തതുമായ അനേകം മനോഹരമായ പവിഴപ്പുറ്റ ദ്വീപുകളുടെ സമൂഹമാണിത്. ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കേരളത്തിന് പടിഞ്ഞാറ്, മാലദ്വീപുകൾക്ക് വടക്കായി ഈ ദ്വീപ സമൂഹങ്ങളുടെ സ്ഥാനം. വെളുത്ത മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങൾ, സമൃദ്ധമായ പ്രകൃതി ഭംഗി, ശാന്തമായ ചുറ്റുപാടുകൾ എന്നിവ ലക്ഷദ്വീപിനെ ജനപ്രിയ കേന്ദ്രമാക്കി മാറ്റുന്നു. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാലാവസ്ഥ സുഖകരവും ജലകായിക വിനോദങ്ങൾക്ക് അനുകൂലവുമാണ്. താപനില 22°C മുതൽ 36°C വരെയായിരിക്കും. സർഫിംഗ്, നീന്തൽ, കനോയിങ്, സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ്, വാട്ടർ സ്കീയിങ്, കയാക്കിംഗ് തുടങ്ങിയ സാഹസികതകളിൽ പങ്കെടുക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.